നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിരെ, വൈജയന്തിമാലയുടെ നിര്യാണത്തിൽ അങ്ങേയറ്റം അനുശോചനം അറിയിക്കുക. ഇന്ത്യയിൽ അറിയപ്പെടുന്ന സിനിമാ താരവും എം പിയുമൊക്കെ ആയിരുന്ന ആ മഹിളാ രത്നം 91 വയസ്സിലായിരുന്നു. അത് ഞങ്ങൾ അനുശോചിക്കുന്നു. മറ്റൊന്ന്, ഇന്ന് മന്ത്രി KB ഗണേഷ് കുമാർ, എൻ്റെ പാർട്ടിയുടെ ഒരു നേതാവ് കൂടിയായിരുന്നു, ആ പാർട്ടിയുടെ എൻ്റെ നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹം ഒരു പരാതി പറഞ്ഞു, ഉദ്ഘാടനം ആളുണ്ടായില്ല. ഗണേഷ് കുമാർജി, LDF നിലനിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം രീതിയും. പക്ഷേ അപകടത്തിലേക്കാണ് LDF പോകുന്നത്. വർഗീയ ജാതി കോമ്പരങ്ങൾ കൂട്ടുപിടിച്ച് ഇത്രയും പരസ്യമായിട്ട് വർഗീയമായി ചിന്തിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് LDF ആണെന്ന് നോക്കണം. കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗോ BJP ഒന്നുമല്ല. കാരണം ഒരു പാർട്ടിക്കും ചെയ്യാനും ചിന്തിക്കാനും പറ്റാത്ത അത്ര അഗാധമായ ഗർത്തത്തിലേക്കാണ് LDF മുന്നണി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ. ഒരു LDF നേതാക്കൾക്കും മനസ്സിലാകുന്നില്ല. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് മുസ്ലിം എന്ന് പേര് മാറ്റും എന്ന് ഞങ്ങൾ പറയുമ്പോൾ അവർ ഒരു കുഞ്ഞുമില്ല അത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന അതേ ഭാഷ തന്നെ പറയണം LDFൻ്റെ ഇപ്പോഴത്തെ പോക്കും. ആൾക്കാർ വരില്ല. അവർ ജനങ്ങളെല്ലാം വളരെയധികം വിഷമത്തിലും തിരസ്കരണമാണ്. ഗണേഷ് കുമാർ മുഖ്യമന്ത്രി യോഗത്തിൽ ആൾ വരുന്നില്ല, പിന്നെ അവിടെ താൻ വരുന്ന യോഗത്തിൽ വരുന്നത്. താൻ ആരാണെന്ന് ധാരണ? അഹങ്കാരവും ധിക്കാരം ഇല്ലാത്ത ഏതെങ്കിലും മിതമായ സംസാരമോ ഭാഷാ ശൈലിയോ ശരീരശൈലിയോ ഒരു രീതിയോ അങ്ങേക്കുണ്ടോ? ഏതെല്ലാം കേൾക്കാൻ പറ്റാത്ത കാര്യം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങ് മാത്രമല്ല മുകേഷ്, ഞാൻ ഒരു കാര്യം പറയാം. LDF വിമർശിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ LDF കുറ്റപ്പെടുത്താനല്ല പറഞ്ഞത്. ഒരു നീലലോഹിത ദാസ് നാടാറുണ്ടായിരുന്നില്ലേ, ഞങ്ങൾ ചെറുഗുണ എന്ന് പറയും. HN ബഹുഗുണയാണ് വലിയ ബഹുഗുണ, ഇത് ചെറുഗുണ. തമാശ പറയും. സാധു മനുഷ്യനാണ്. ആ മനുഷ്യനെ ഒരു IAS കാരിയുടെ ചന്തിക്കൊന്ന് അടിച്ചതിൻ്റെ പേരിൽ അന്ന് നയനാർ മുഖ്യമന്ത്രി അയക്കുമ്പോഴേ ഇത് അപ്പോൾ തന്നെ രാജിക്കത്ത് കൊടുക്കാൻ പറഞ്ഞു. വേറെ ഒന്നും ചോദിച്ചില്ല. അവിടെ വലിയ മാന്യത നയനാർ കാണിച്ച് ചെന്ന് സ്ത്രീ കരഞ്ഞ് പറഞ്ഞപ്പോഴേ ഒന്നും ചോദിക്കാതെ രാജിക്കത്ത് ചോദിച്ച് ഒന്നും ചോദിച്ചില്ല. പക്ഷെ ഇന്നത്തെ മന്ത്രിസഭയിൽ പെണ്ണ് കേസിൽപ്പെട്ട് എത്ര മന്ത്രിമാരെ MLA-മാരൊക്കെ ഉണ്ടോ നിങ്ങളുടെ പാർട്ടിയിൽ? ഗണേഷ് കുമാറിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ എത്ര കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, മുകേഷ്, അങ്ങനെ എത്ര ആൾക്കാർ പേര് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കോ പറ്റിയതാണോ അത്? ഞാൻ വീണ്ടും വേണം, നീലൽ ദോഷ് നാടാർ എന്താ ചെയ്ത് ഒരു IAS അയാളുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഒരു വകുപ്പിൻ്റെ സെക്രട്ടറി IAS ചന്തിക്ക് നടിച്ചതാണ്. അത് തെറ്റ് തന്നെ, സംശയമൊന്നുമില്ല, അക്കാര്യം സംശയമില്ല. പക്ഷെ ആ ഒറ്റ പേരിൽ വേറെ ഒന്നും ചെയ്തില്ല. ഒരു ബലാത്സംഗമല്ല. അത് ഗില്ലെന്നിട്ട് ഒരു പോലീസ് ഓഫീസറാണ് ഈ പഞ്ചാബിൽ. അത് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ചന്തി കടിച്ചത് അദ്ദേഹം ജോലി പുറത്താക്കിയ ഇത് ചെയ്തു. അങ്ങനെ നടപടി എടുക്കണം. ആരായിരുന്നാലും എടുക്കാനുള്ള ഒരു മനോഭാവമോ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ? എത്ര നേതാക്കൾക്കുണ്ട്? തെളിച്ചോട്ടാതെ എത്ര നേതാക്കൾ ഇടതുപക്ഷത്തുണ്ട്? വലതുപക്ഷം വിട്ടുകളയാ, കോൺഗ്രസ് നയിക്കുകയാണ് വോട്ട് വിട്ട്. നിങ്ങൾ ഇടതുപക്ഷം എങ്ങനെയാണോ? ഇടതുപക്ഷം വളരെത്തിനും മാതൃകയായിരിക്കണം. അല്ലെങ്കിൽ വലിയ സോഷ്യലിസ്റ്റ്വാദികളും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളവരല്ലേ. പക്ഷെ മോറൽ വശം എത്ര വീക്കാണ്. എന്തെല്ലാം കേൾക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഗണേഷ് കുമാർ വിചാരിക്കുക അത്ര ഒന്നും ഒരു മാന്യത അല്ലെന്നും പാർട്ടിയിൽ പബ്ലിക്കിൽ കിട്ടില്ല, പ്രതീക്ഷിക്കണ്ട. മറ്റൊന്ന്, നിങ്ങളുടെ ആ ദാഷ്ട്യ സ്വഭാവം, നിങ്ങളുടെ പ്രവർത്തകர்கள் എത്ര ഞാനാണ് ഇന്ദിര എന്ന് പറയുമ്പോൾ ഞാനാണ് എല്ലാം നയിക്കുന്നത്, അങ്ങനെയൊന്നും ഇല്ലേടോ. നിങ്ങളാരെ 10-20 മന്ത്രിമാർ, ഒരു മന്ത്രി, ഒരു മണ്ഡലത്തിൽ പോലും വെയിറ്റില്ലാത്ത ഒരു പാർട്ടിയുടെ ഒരു നേതാവ് അച്ഛനെതിരെ പ്രവർത്തിച്ചാൽ പറയുന്നുണ്ടല്ലോ, പറയിപ്പിക്കുന്നത് അപ്പളിക്കൊണ്ട്. എടോ, കമ്പനി ഷോറൂം
മനസ്സിലാക്കണം. മുഖ്യമന്ത്രി ഈ മന്ത്രി പറഞ്ഞതിനെ കുറിച്ച് ക്ഷമ ചോദിക്കണം മന്ത്രിയോട്. ഒരു കമ്പനി ഷോറൂമിൽ 1-2 വണ്ടി വയ്ക്കുക, ബാക്കിയെല്ലാം ഗോഡൌണിലാണ്. 52 വണ്ടി കൊണ്ടുവന്ന് ലൈനായി നിർത്തി അതിൽ എന്തെങ്കിലും ഷൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞേ. 52 വണ്ടി കൊണ്ട് എന്തെല്ലാം സൗകര്യം വേണം, എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. നീ അഥവാ അങ്ങനെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയോട് ചോദിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ടി വി ചോദിക്കണം. അങ്ങനെ ഈ മന്ത്രിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ വണ്ടി വന്ന് എവിടെയും പാർക്ക് ചെയ്യുന്നില്ലേ, അവിടെ ബോർഡ് വെച്ചോണ്ട് ആൾ ഓടി ഫ്ലാഗ് ചെയ്താൽ പോയിരുന്നോ? എന്നിട്ട് അത് എടുത്ത് പരസ്യം കൊടുക്കല്ലോ. അത് എവിടെയെങ്കിലും 52 വണ്ടി ഇട്ടാവുമല്ലോ. എന്നിട്ട് പല സ്ഥലത്തൊക്കെ പോയത് നിൽക്കണോ, ഒരു സ്ഥലത്തല്ലെന്നോ. 52 വണ്ടി എന്നാൽ നിസ്സാര സ്കൂട്ടറല്ല, അത് ഒരു വലിയ വണ്ടിയാണ്. മോട്ടോർ വെഹിക്കിളിന് കാർ അല്ലെങ്കിൽ വണ്ടി. അത് ഒരുമിച്ച് ഫോട്ടോ എടുക്കണം. നിങ്ങൾക്ക് പരസ്യം കൊടുക്കില്ല. അത് കമ്പനി കൊണ്ടുവന്നപ്പോൾ അവിടെ വന്ന വഴി ഒറ്റ വരുമ്പോൾ വീഡിയോ എടുക്കായിരുന്നല്ലോ. ഇത് അവിടെ കയറ്റി അവർ സമ്മതിച്ചില്ല. അതും അല്ല പൊന്നെ ഗണേഷ് കുമാർജി, അതൊന്നും അല്ല ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടത്. എന്നിട്ട് നടപടി എടുക്കുമെന്ന് പരസ്യമായിട്ട് പറയും. എന്നെ കണ്ട ജനങ്ങൾ എന്നെ ബഹുമാനിച്ചില്ല ഞാൻ പറഞ്ഞിടക്കല്ല വേണ്ടേ. നമ്മൾ മിണ്ടായിരിക്കും. അത് പബ്ലിസിറ്റി കിട്ടോ? ഇത് പബ്ലിസിറ്റി ആയില്ലേ? നിങ്ങൾക്ക് വിളിച്ച ആൾ വരില്ല എന്ന്. അല്ലെങ്കിൽ മന്ത്രിമാർ എന്നോട് ഉദ്യോഗസ്ഥന്മാർ ക്ഷണിക്കുന്നത് കേട്ടറിഞ്ഞ നിങ്ങളുടെ ആൾക്കാർ വരില്ലേ? നിങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ കേരളത്തിൽ ജനങ്ങൾ പറഞ്ഞെത്തൂലേ? ഒരു അറിയിപ്പ് കിട്ടിയാൽ പോരെ? അതിന് ഉദ്യോഗസ്ഥന്മാർ പുറത്തേക്കാരുന്നതിനാ? ആരാണ് പോകുന്നത് നിങ്ങൾ? കേരള ജനസംഖ്യയിൽ 9% എത്രയുണ്ട് ഇപ്പോൾ നിങ്ങൾ അറിയാലോ. നിങ്ങളാണ് ആകാശം കുലുക്കുന്നത്, ഭൂമി കുലുക്കുന്നതൊക്കെ തോന്നുന്നുണ്ട്. അതൊന്നും ഇല്ല. ആ കാലമൊക്കെ പോയി. ഇനി അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. വ്യക്തമായിട്ട് അവരുടെ ശക്തിയും യുക്തിയും മനസ്സിലാക്കി പോയാൽ എല്ലാവർക്കും നല്ലത്. എത്ര പറയുന്നുള്ളൂ. ഈ ലോകരാഷ്ട്രത്തിലൊക്കെ ഇറങ്ങിയാലേ ഗണേഷ് കുമാർജി നിങ്ങൾക്ക് മനസ്സിലാക്കണം, മുഖ്യമന്ത്രി മനസ്സിലാക്കണം. അമേരിക്ക എന്ന് പറഞ്ഞ മുടിയൂട മന്നൻ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായത് ബ്രിട്ടീഷെങ്കിൽ അതിനേക്കാൾ പേരുള്ള ഒരു രാജ്യമായത് അമേരിക്കൻ പോലീസും ഒക്കെ, അമേരിക്കൻ പ്രസിഡന്റൊക്കെ. അമേരിക്കൻ പ്രസിഡന്റ് ഫ്രോഡല്ല എന്താണ് അത് പുള്ളി എന്താ ചെയ്തോ? ലോകത്തുള്ള അവരുടെ എല്ലാ പട്ടാള യൂണിറ്റിൽ നിന്നും ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥന്മാർ യോഗം അമേരിക്കയിൽ വിളിച്ചിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ പട്ടാള യൂണിറ്റും അതിൽ മേലധികാരി ഉന്നത ആളെ രഹസ്യമായിട്ട് ന്യൂയോർക്കിൽ വിളിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ. എന്താ കാര്യം? അമേരിക്ക മറ്റ് രാജ്യങ്ങളെ പറ്റിച്ചും ചതിച്ചും സമ്പാദിച്ചു കൂട്ടുന്നതിന് ഒരു കോട്ടം തരാൻ പോണ്. എങ്ങനെയാ കോട്ടം വന്നത്? 200 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്, 200 കോടി ജനങ്ങളുണ്ട്. അതിൽ അമേരിക്കയുടെ ആധിപത്യവും സൈനിക ശേഷിയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്തുനിന്ന് അമേരിക്കയും പട്ടാളത്തെയും കഴിക്കല കൂടാതെ ഇറങ്ങിപ്പോകാൻ പറയണമെന്ന് മൊയ്തീൻ ഷായിട്ട് ഗ്രൂപ്പും പറഞ്ഞ് ശക്തമായി ചർച്ചയുടെ ലോകത്ത്. മറ്റൊന്ന്, നിങ്ങൾ ഈ 100-200 പേര് യുഎനിൽ മുഴുവൻ പേരില്ലാതാണ്. നിങ്ങൾ അവിടുന്ന് രാജിവെക്കണം. മൂന്നാമത്തെ കാര്യം, ലോക ബാങ്കിൽ നിക്ഷേപിച്ച് നിങ്ങളുടെ പണം പിൻവലിക്കണം. ഈ 3 കാര്യം ചെയ്യുമ്പോൾ ലോക ബാങ്ക് നിയന്ത്രിക്കുന്ന അമേരിക്ക, UNO അമേരിക്കയുടെ സൃഷ്ടിയായ UNO, ഇതൊക്കെ വെറും കടലാസ് സംഘടനകളാണ്. എല്ലാം നിയന്ത്രിക്കുന്ന അമേരിക്കയാണ്. അമേരിക്ക മുട്ടുമടക്കി വരും. ഓരോ അറബി നാട്ടിൽ നിന്നും എണ്ണ കൊണ്ടുപോയി യുദ്ധശാപരി വിറ്റുമാണ് കോടികൾ സമ്പാദിക്കുന്നത് കൊണ്ടുപോകുന്നത്. അവർക്കൊരു ഉപയോഗമില്ലാതെ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ രഹസ്യമായിട്ട് വിളിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് പലസ്തീൻ്റെ നിലപാട് എങ്ങനെ വേണം ഇന്ത്യ അമേരിക്ക എന്ന് അവിടെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ്. രക്ഷയില്ല. ലോകം മുഴുവൻ ഇന്ന് ഒരു കാലത്ത് ലോകം മുഴുവൻ മോശക്കാരാവില്ല, ആയിട്ടുമില്ല ഒരു കാലത്തും, എനി ടൈം ഇൻ ദ വേൾഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റി? വിളിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ബാധകമാണെന്നേ, നമ്മുടെ പ്രധാനമന്ത്രിക്ക് ബാധകമാണ്. കാരണം ഒരാൾ എല്ലാ കാലത്തേക്കും, ഞാൻ മുഖ്യമന്ത്രിയോട് പറയാം, ബഹുമാനം കൊണ്ടും ആദരവോട് പറയാണ്, ഒരാൾ എല്ലാ കാലത്തേക്കും എല്ലാവരെയും കുറേ കാലത്തേക്കും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാമെങ്കിലും എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാനോ വഞ്ചിക്കാനോ സാധിക്കില്ല എന്ന വലിയൊരു ഫിലോസഫി ഉണ്ട്. അത് ഇബ്രാഹിം ലിങ്കൺ പറഞ്ഞായിട്ടാണ് എൻ്റെ ഓർമ്മ, തെറ്റടി തീർത്ത. പക്ഷേ അതുപോലെയാണ്, നിങ്ങൾക്ക് എന്നെ മറച്ചു വയ്ക്കാം ഒരു നിശ്ചയ സമയം.
അല്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് മറ്റു മുഴുവൻ സമ്മതിക്കുക, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ കുറച്ച് സമ്മതിക്കുക, അല്ലെങ്കിൽ എല്ലാവരും എല്ലാ കാലത്തേക്കും വഞ്ചിക്കാനും പറ്റിക്കാനും പറ്റില്ല. അമേരിക്കയുടെ സംഗതി താഴെ പോയി. ഇവിടെ റഷ്യ, ചൈന, അമേരിക്ക, പിന്നെ ഉത്തര കൊറിയ, ഈ 3 ശക്തികൾ യോജിച്ച് നിന്നാൽ, അതിൻ്റെ കൂടെ ഇറാനും മറ്റു തുർക്കിയൊക്കെ വന്നാൽ, പിന്നെ അമേരിക്ക സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് എവിടുന്ന പറഞ്ഞത്? മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യുന്ന അനീതിയല്ലേ, നികിട്ടമല്ലേ ഈ മനുഷ്യജീവനെ? ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് യഹൂദരെ കൊന്ന്, അത് തെറ്റാണെന്നില്ല പറഞ്ഞത്. അന്ന് നിങ്ങൾക്ക് അത് വേണ്ടത് പറയാനും പറ്റിയില്ല, അമേരിക്ക വിട്ട് സാധിച്ചില്ല, ഓട്ടെ കഴിഞ്ഞു പോയി, ഓൺ. ഇപ്പൊ നടന്നുകൂടി ലൈവല്ലേ ഇപ്പൊ ഗസയിലെ ആക്രമണം കൊല്ലുന്നു, വെറുതെ മനുഷ്യർ ബോംബിട്ട് കൊല്ലല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഗസയിൽ ബോംബിട്ട് കൊന്നതിന്റെ ചെലവ് കണക്കാക്കിയാൽ അത്രയും പൈസ നിങ്ങൾക്ക് ഇസ്രായേൽ പോലും 100 ഇസ്രായേൽ ലോകത്ത് വാങ്ങിക്കാൻ പറ്റുമെന്ന്. അതിന് മാത്രം എമൗണ്ട് അല്ലെങ്കിൽ സംഖ്യ സമ്പത്ത് നശിപ്പിച്ചു കളഞ്ഞു. എത്ര ലക്ഷം കോടി ഡോളർ നഷ്ടപ്പെട്ടാണ് അതിന് കൊന്നു. ഇപ്പോഴും 10,000-60,000 പേരെ കൊന്ന് 1,00,000 പേരെ പരിക്ക് പറ്റിയത് വയ്ക്കുക, ബാക്കിയുള്ള ഓടിച്ചെങ്കിലും അതിൽ ഒരാൾക്ക് $100 കോടി കൂടുതൽ വരുന്നുണ്ട് കൊല സംഖ്യ നോക്കിയാൽ. ആ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 ഇസ്രായേൽ വാങ്ങിക്കാൻ പാടില്ലേ ലോകത്ത്? അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം സമ്പാദിക്കാതെ നന്നാകുന്ന വലിപ്പ് കൂടെ മാത്രമല്ല, ആ വംശഹത്യ നടത്തി അങ്ങനെ ഒരു വംശം ഭൂലോകത്ത് നിന്ന് മാറ്റാന്നുള്ള അത് ജനങ്ങൾ മനസ്സിലാക്കി സാർ. മനുഷ്യത്വവും ബുദ്ധിയും മരവിച്ചിട്ടില്ലാത്ത, ഇന്നും മനുഷ്യ സ്നേഹത്തിൽ കൂടി ചിന്തിക്കുന്ന, മനുഷ്യസ്നേഹിയായിട്ട് ചിന്തിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തുണ്ട്. അവരും മനസ്സിലാക്കി അമേരിക്കയുടെ കാവട്ടും ഇസ്രായേലിനെ കുറ്റമാണ്. അവിടെ ഇസ്രായേൽ ജനങ്ങൾക്ക് അനുകൂലമൊന്നുമില്ല, അവരെതിരാണ്. നെത്യന്യാഹുവിനെ പോലെയുള്ള ആ പിശാചുകളെ ജനങ്ങൾ മനസ്സിലാക്കി. എന്ത് ന്യായമാണ് ഉള്ളത്? മനുഷ്യ കൊല്ലാതെ ഏത് മനുഷ്യൻ എന്താണ്? ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ മനുഷ്യന് അവകാശമുണ്ടോ? ഒരു റോസാച്ചിൽ പൂതുള്ളുവാൻ ആത്മാവ് വേദിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. റോസാച്ചി നമ്മൾ നുള്ളുവാൻ്റെ ആത്മാവ് വേദിക്കുക എന്ന ചിന്താഗതി ആയിരിക്കണം, ചിന്താഗതിയാണ് ഇന്ത്യയിലെ മനുഷ്യരുടെയും നേതാക്കന്മാരുടെയും ചിന്തയെന്ന് ഗാന്ധി പറഞ്ഞ് നമ്മളെല്ലാം അംഗീകരിക്കണം. ഞാനും അതിനെ ഫോളോ ചെയ്യണം. അങ്ങനെയുള്ള രാജ്യത്താണ് നിഷ്കരണം, നിഷ്ഠൂരം, നികൃഷ്ടവും പിന്നെന്താണ് ആ രീതിയിൽ ആൾക്കാരെ കൊല്ലുന്നത്. അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗം. അത് വേണ്ട. ലോകം അത്രയൊന്നും മതം പതിച്ച് പോയില്ല. മനസ്സിലാക്കണം. അതാണ് അവസ്ഥ. ഇപ്പൊ രജിസ്റ്റർ വിളിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതുള്ളൂ? എന്ത് ചെയ്താലും അമേരിക്കയുടെ നാശത്തിന് വക്കത്താണ്. പക്ഷെ അറബികൾ, നിങ്ങൾ കേരളത്തിലെ മുസ്ലിം ലീഗിനെ പോലെ നിങ്ങൾ മണ്ടത്തരം കാണിക്കുക, ഇന്ത്യയിലെ മുസ്ലിം ലീഗിനെ പോലെ മണ്ടത്തരം കാണിക്കരുത്. നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തിരുത്തണം. തെറ്റ് ചെയ്യാത്ത മനുഷ്യ സഹജമാണ് തെറ്റ് ചെയ്യാൻ. പക്ഷെ തെറ്റ് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റ് തിരുത്തുക, മേലാൽ ചെയ്യാതിരിക്കുക. അതാണ് മാനവധർമ്മം. അത് ഇസ്രായേൽ ചെയ്തില്ല, ഈ അമേരിക്ക ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് ചെയ്യേണ്ടി വരുന്നു. അത് ജനങ്ങളുടെ ശക്തമായ സമ്മതത്തിന്റെ ഫലമാണ്. കുറെ നാളുകളായിട്ട് ലോക ജനത, ഇവിടെ ചില സംഖ്യകളൊന്നും കാണുന്നില്ല എങ്കിലും ലോകത്ത് ജനങ്ങൾ ഇളകാണ് തെരുവിലേക്ക്. എന്താണ് ഫ്രീ ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ട്? അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, അറബികൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനി മാത്രമല്ല, യഹൂദന്മാരുൾപ്പെടെ ജനകോടി തെരുവിലിറങ്ങിയേക്കാണ്. ഇത് കണ്ടുകൊണ്ട് അമേരിക്ക എത്ര നാൾ നിൽക്കാൻ പറ്റും? ഞാൻ ഒരു കാര്യം എന്ത് പറഞ്ഞത്, ഇന്ന് ലോകത്ത് നിയന്ത്രിക്കുന്ന വൻ ശക്തികൾ നയിക്കുന്ന ഒരു 6, 7, 8 പടുവൃദ്ധന്മാർ, കിളവന്മാർ. ആലോചിച്ചു. എന്താണ് ഫ്രോഡല്ലല്ലോ. പുള്ളിക്ക് എത്ര വയസ്സുണ്ട്? മോർ ദാൻ 80 or 98 ഉണ്ട്. നെത്യന്യാഹുവിനാണ് 98 മോർ ദാൻ. ചൈനയിലെ പ്രസിഡന്റ്, പിന്നെ റഷ്യയിലെ പ്രസിഡന്റ്. ഈ കിളവന്മാരാണ് ഇന്ന് അവർക്ക് 2-3 വർഷം ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ഇത്രയും ആൾക്കാരെ കൊന്ന് കോടിക്കണക്കിന് നശിപ്പിക്കുന്നത്. എത്ര ബിൽഡിംഗ് നഷ്ടപ്പെടുന്നു. ലോകത്ത് ഇന്നും പകുതിയോളം ജനങ്ങൾ ഭക്ഷണം കിട്ടാതെ നരയിക്കുമ്പോൾ, ലോകത്ത് പകുതിയോളം ജനങ്ങൾ ഇല്ലിറ്ററസി, നിരക്ഷരായി കഴിയുന്ന ലോകത്ത് ഈ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ചൈനയൊക്കെ ചേർന്ന്
എത്ര കോടി ഡോളറാണ് വെറുതെ ആയുധങ്ങൾ കത്തിച്ചു കളയുന്നത്. ഒരു യുദ്ധവിമാനം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് 2-3 വർഷം ജീവിക്കാതാണ്, ഭക്ഷണം കൊടുക്കാതാണ് ഒരു യുദ്ധവിമാനത്തിന് എമൗണ്ട് ഉണ്ടെങ്കിൽ. ഇന്ത്യക്ക് അത് വെച്ച് വളരെ കുറച്ചല്ലേ കളയുന്നുള്ളൂ, അത് അധികം കളയുന്നില്ല. ഇന്ത്യ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ മറ്റ് രാഷ്ട്രങ്ങൾ, ചൈന അല്ലെങ്കിൽ ചൈന അങ്ങനെ കളയുന്നില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കോടിക്കണക്കിന് ഡോളർ നശിപ്പിച്ചു. അമേരിക്കൻ കൂട്ടക്കാട്, ഇപ്പോൾ ഇസ്രായേലും. അപ്പം ഇതൊന്നും അല്ല സാർ ശരി. നമ്മൾ കാര്യങ്ങളായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ സമൂഹം വെറുക്കും, നമ്മൾ തദ്വാര ഒറ്റപ്പെടും. അതാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജനങ്ങളുടെ മാൻഡേറ്റ്, ജനവികാരം അറിയണം, അതനുസരിച്ച് ചെയ്യണം. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ. മുഖ്യമന്ത്രി എന്താണ് മുഖ്യമന്ത്രി? കേരള മുഖ്യമന്ത്രി നിങ്ങൾ കാണിക്കുന്ന ആ സുരക്ഷ നിങ്ങൾ സംരക്ഷിക്കാൻ നല്ല ആത്മാർത്ഥമുള്ള സഖാക്കൾ ലക്ഷങ്ങളുണ്ട് കേരളത്തിൽ. നിങ്ങൾ പിന്നെ ഇവിടെ കേരള പോലീസിൻ്റെ പട്ടാളത്തിൽ നിന്ന് സഹായം വേണ്ട, നിങ്ങൾ രക്ഷിക്കാണ്ട്. അതുകൂടാതെ നിങ്ങൾ 1-2 വാഹനത്തിൽ, ഞാൻ ജനങ്ങളിലെ ആളാണ്, ജനങ്ങളിടയിൽ പ്രവർത്തിക്കുകയാണ്, എനിക്ക് കൂടുതൽ സെക്യൂരിറ്റി വേണ്ടതെന്ന് മാറ്റി നിർത്തി നിങ്ങൾ ഒറ്റയ്ക്ക് പോകണം. നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല, ചെയ്യാൻ മാത്രം മലയാളികളായിട്ടില്ല. ഏത് സെക്യൂരിറ്റി വേണ്ടതല്ല, ഇതിപ്പോൾ ഒരു അമിതമായ സെക്യൂരിറ്റി അല്ലേ പിണറായി സഖാവേ? അങ്ങക്കിടക്ക് കൈകൾക്ക് ശക്തി കുറയുന്നത് ലോകത്തല്ലെങ്കിൽ കേരളത്തിൽ സമാധാനത്തിനും വർഗീയതയ്ക്ക് തടസ്സം വരും നിങ്ങളുടെ ശക്തി കുറഞ്ഞാൽ. ഇത് ശക്തി കുറഞ്ഞുള്ള രീതിയപ്പോൾ കാണുന്നത്. മാതാപിതാന്തമായി മന്ത്രി ചെന്ന് സ്വീകരിച്ചു കാരണം ഉമ്മാച്ചൊക്കെ ഉണ്ടല്ലോ, അതില് അംസ സാഹിബില്ലേ, അംസ സാഹിബ്, നമ്മുടെ അന്തോണി എന്ന് ഒരിക്കൽ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വയ്ക്കുകയോ ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഈ അംസ സാഹിബ് പറഞ്ഞത് ഇപ്പോഴും അസംബ്ലി കിടപ്പടി രേഖയിൽ എന്താണ്, സിൽക്ക് സ്പതിയും മമ്മൂട്ടി പോലെയായിരുന്നു. ജനങ്ങൾ ക്ഷുഭിതരായി. അതിന് കൗണ്ടി ഇല്ലാത്ത പേരിലാണ് കൊല്ലത്ത് ഒരു ബാറിങ്ങനെ കോടതിയിലെ ബാറിൽ ഒരു വക്കീൽ ഒരു പ്രതിയെ കാരണമായി തല്ലി ആ ചിന്ത മാറ്റിയത്. ആ നിലയ്ക്കിപ്പോൾ നമ്മുടെ ചെറിയ സാറ് പുള്ളിയെക്കുറിച്ച് ഒരുപടി ആരോപണങ്ങളും ഒരുപടി കാര്യങ്ങളുണ്ടല്ലോ, അത്ര ക്ലിയർ അല്ല, പക്ഷെ വ്യക്തമായിട്ട് നീറ്റല്ല. അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ചെന്ന് സ്വീകരിച്ചില്ലോ. അതിൻ്റെയൊക്കെ വല്ല ആവശ്യം? അത്രയും ഗതികേടിലേക്ക് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയോ? നിങ്ങൾക്ക് തന്നെ ബോധ്യമായി ഇപ്പോൾ ഞങ്ങൾ ജനങ്ങളിൽ അകന്നു പോയിന്ന്. ലോകത്ത് ഏറ്റവും വലിയ ശക്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ പാർട്ടി BJP ആണെന്ന് സമ്മതിക്കാം. ലോകത്ത് ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന RSS സമ്മതിക്കാം. അപ്പോൾ ഒരു കാര്യം കൂടെ ചേർക്കണം, അതുപോലെ ഏറ്റവും വലിയ വർഗീയ ശക്തികളും ഇത് തന്നെയാണ് പറയണം. അതുകൂടി പറയണമെങ്കിൽ ചോദിക്കുള്ളൂ. അങ്ങനെ ആ വർഗീയ ശക്തിയിലായിട്ടുള്ള അടുത്ത് മുന്നോട്ട് പോകല്ലേ ഇടതുപക്ഷം ചെയ്യുന്നത്? അത്ര ഗതികളിൽ എത്തി ഇടതുപക്ഷം, അല്ലെങ്കിൽ ഗതികളിൽ എത്തിച്ചാരാണ് അതിന് ഉത്തരവാദി? ഇതൊക്കെ പറയാൻ ഒരു കുഞ്ഞും ഇല്ല കേരളത്തിൽ. മിണ്ടതിൽ ഭയപ്പെട്ടിട്ടും പിന്നെ എന്തിനാ നമ്മൾ അവരൊക്കെ ശത്രു സമ്പാദിക്കാന്നുള്ളത്? എങ്ങനെയും കാശുണ്ടാക്കുന്ന ചിന്താഗതി നടക്കുന്ന കുബുദ്ധികളാണുള്ളത്. നമുക്കങ്ങനെ കാശുണ്ടാക്കുന്ന ചിന്തയൊന്നുമില്ല, കാശുണ്ടാക്കുന്ന പരിപാടിയില്ല. നമുക്ക് ലോകത്തിൽ ഒരു ആഗ്രഹവും ഇല്ല ഞങ്ങളെപ്പോലൊക്കെ ജീവിതത്തിൽ. മരിക്കുന്നവരെയും വർഷം കഴിയുക, ഇതുപോലെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയുക, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അത്ര മതി വെച്ചു. വർഗീയവാദികളുടെയും വർഗീയ പാർട്ടികളുടെയും പിന്നെ ജാതി പാർട്ടികളെയും ആൾദൈവങ്ങളിലേക്ക് സഹായം തേടേണ്ടി വന്ന ഒരു ഗതികളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF എത്തിയെങ്കിൽ ആരാണ് ഉത്തരവാദി എന്ന് അന്വേഷിക്കണം, പാർട്ടി അന്വേഷിക്കണം. ഉണ്ടോ? ഞാൻ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ CPM അത്തരം ഗതികളിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. സംശയമാണ്, വോട്ട് കിട്ടുമോ സംശയം. സംശയം വെച്ചാണ് ഇപ്പം മാതാപിതാവായിട്ട് പിന്നെ വെള്ളാപ്പള്ളി മറ്റ് NSS. നമുക്ക് 3 സാംസ്കാരിക സംഘടനകൾ, സാമുദായിക സംഘടനയുണ്ട്. ഒന്ന് MES ആണ്, ഒന്ന് SNDP ആണ്, ഒന്ന് NSS ആണ്. ക്രിസ്ത്യൻ സഭയ്ക്ക് സഭ തന്നെ ഏറ്റവും വലിയ സംഘടന, മറ്റും അങ്ങനെ സംഘടന ഇല്ല, ഉണ്ടെങ്കിൽ അത് വേറില്ല. ഈ ക്രിസ്ത്യൻ സഭ 4 സമുദായത്തിൻ്റെയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. MES പോലും വ്യത്യസ്തമല്ല. ഒന്നാമത്തിൽ മാറ്റമില്ല, അത് മാറണ്ടേ? അതാ പറഞ്ഞ 2 ടേം കഴിഞ്ഞാൽ മാറണം. ഏത് സമുദായ സംഘടനയാണെങ്കിലും
ഏതായാലും 2 ടൈം കഴിഞ്ഞാൽ മാറണം. ഇപ്പോൾ MES വാപ്പ മരിച്ച് മകൻ വന്ന് എത്ര വർഷമായി അനങ്ങാതെ സമ്മതിക്കണ്ടോ? ഒരാൾക്ക് മിണ്ടാൻ പറ്റുന്നുണ്ടോ? എല്ലാം തകർത്തിൽ പണം മുടിക്കും, ശക്തി ഉപയോഗിച്ചു, അല്ലെങ്കിൽ അന്ന് ഭരണകൂടങ്ങൾ കയ്യിലെടുത്തും. വെള്ളപ്പള്ളി അറിയാമല്ലോ നിങ്ങൾക്ക്, NSSും സഭയും അത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ 2011 ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്നൊരു ആക്ട് ഉണ്ടാക്കി. 11 പോയിട്ട് എത്ര വർഷമായി? 16 വർഷമായി, 14 വർഷം കഴിഞ്ഞ്. അന്ന് ശിവകുമാറാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. ഇവിടെ സഭയ്ക്ക് വേണ്ടി സഭയാണ് ഹോസ്പിറ്റലിൽ 90% നടത്തുന്നത്. അതിനോട് അനങ്ങിയില്ല. മാത്രമല്ല, സഭയിൽ നിന്നും വേറെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ പറ്റി തന്നെ. ആ ശിവകുമാർ ഇപ്പോൾ രംഗത്തുണ്ടോ? ഉമ്മൻചാണ്ടി സാറ് മരിച്ചുപോയി. ഇപ്പോൾ എയിംസ് ഉണ്ടല്ലോ, എയിംസ് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ്. എന്താണ് നിങ്ങളുടെ വാർത്ത? MP സുരേഷിൻ്റെയും ഓരോ ആലോചന ചർച്ച എയിംസിനെ കുറിച്ച് ഒന്നും അറിയാത്തവട്ടാണ്. എയിംസ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് വിങ്ങാണ്, റിസർച്ച് സെക്ഷനാണ്. പുതിയ അസുഖങ്ങൾ എന്താണെന്ന് അതിന് കാരണം കാണാൻ റിസർച്ച് വിങ്ങാണ്. അതിന് പറ്റിയ രോഗി അവിടെ പെടുന്നത്, സാധാരണ രോഗികൾ അവിടെ കിട്ടാറില്ല. അങ്ങനെ ഇപ്പോൾ സഫർജംഗ് ഹോസ്പിറ്റലുണ്ട് ഡൽഹിയിൽ, എയിംസ് ഓപ്പോസിറ്റ്. പല രോഗികളെ അങ്ങോട്ട് വിടുന്നത്. അവിടെ എയിംസിൻ്റെ ലക്ഷ്യം അങ്ങനെ രോഗികൾ ചികിത്സ എന്നുള്ളതല്ല. മറ്റ് ഹോസ്പിറ്റലുകൾക്ക് സാധിക്കാത്ത രോഗകാര്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്തതിൽ പരീക്ഷ കണ്ടുപിടിക്കുന്ന മിടുക്കന്മാരായ കഴിവുള്ള ഡോക്ടേഴ്സിൻ്റെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ഒരു ഗ്യാങ്ങാണ് എയിംസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ വന്നാൽ അത് നല്ലതാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ അത് അനുയോജ്യമായ സ്ഥലം ഞങ്ങൾ പറഞ്ഞുതരാം, മൊയ്തീൻ ഷാഹി ഗ്രൂപ്പ് പറഞ്ഞുതരാം. അത് അനുയോജ്യമായ സ്ഥലം മധ്യ കേരളത്തിൽ കറുകുറ്റി ഭാഗത്ത്, അവിടെ ഗവൺമെൻറ് പ്രസ് ഉണ്ട്. ഗവൺമെൻറ് പ്രസ് 100 ഏക്കർ മറ്റാണ്. പിന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, കുട്ടികളുടെ ഹോസ്പിറ്റലൊക്കെ മുടങ്ങി കിടക്കാണ്. പിന്നെ ഒരു നൂൽക്കമ്പനിയുണ്ട്, യമുന നൂൽക്കമ്പനി. ഇതെല്ലാം ചേർത്തുകൊണ്ട് 500-1000 ഏക്കറായിട്ട് വരുന്നതാണ്. ഇവിടേക്കാണ് തലസ്ഥാനം മാറ്റാതെ സെക്രട്ടറിയേറ്റ് അനക്സ് മാറ്റണം എന്ന് മൊയ്തീൻ ഷാഹി ഗ്രൂപ്പും പാർട്ടി പറയുന്നത് ഈ സ്ഥലം കണക്കാക്കൊണ്ടാണ്. ഇവിടെ വേണമെങ്കിൽ എയിംസ് തുടങ്ങാം. അപ്പം മധ്യ കേരളവും തടസ്സമില്ല, നല്ല ഉയർന്ന പ്രദേശമാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ പോലും കയറാത്ത സ്ഥലമാണ്. 1 കിലോമീറ്ററോളം ഹൈവേ ഫ്രണ്ടേജ് ഉണ്ട്. നല്ല തുറസായ സ്ഥലം എന്ന് പറഞ്ഞാൽ ലോകത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ റൺവേയോട് അത്രയും ഈസിയായിട്ട് വിമാനം ഇറക്കാൻ പറ്റിയ ഒരു റൺവേയിൽ ലോകത്തില്ലെന്നാണ് പൈലറ്റുമാർ പറയുന്നത്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന നല്ല വിശാലമായ പാടമായിരുന്നു. അങ്ങനെ റൺവേ ഈസിയല്ല. എന്നിട്ട് ചില ബലം പിടിക്കണം ചില വിമാനമൊക്കെ ഇറക്കുമ്പോൾ. ഇതത് വേണ്ട. അതുപോലെ ഏറ്റവും 1 കിലോമീറ്ററോളം ഹൈവേ, നാഷണൽ ഹൈവേ ഫ്രണ്ടേജുള്ള സ്ഥലമാണ് ഈ പറഞ്ഞതൊക്കെ. ഹൈവേയോട് ചേർന്ന് തന്നെ മറ്റു പല സ്ഥലങ്ങളും, അതൊക്കെ 5-10 കിലോമീറ്റർ അകത്തേക്ക് പോകണം. അത് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഹൈക്കോർട്ട് നമ്മൾ കളമശ്ശേരി മാറ്റുമെന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ മന്ത്രിയൊക്കെ പറഞ്ഞത് സുപ്രീം കോർട്ട് മോഡൽ 2 നില കെട്ട പാടുള്ളൂ, ബംഗ്ലാവ് പോലെ ആക്കണം എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ മാറ്റിയിട്ട് 2 ബ്ലോക്കിൽ 1 6 നില 1 8 നിലയാക്കണം. അപ്പോൾ ഈ 2 നില മാത്രമാകുമ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു ഹൈക്കോർട്ട് ഇപ്പോൾ ഇരിക്കുന്നത് 8 ഏക്കറിലാണ്. എത്ര വർഷമായി, 4 നൂറ്റാണ്ട് പോലും ആയിട്ടില്ല തുടങ്ങിയിട്ട്. ഇപ്പോൾ പൊളിഞ്ഞാടാറായി. എത്ര ഇറസ്പോൺസിബിളാണ് അത്. ആ 8 നിലയൊക്കെ 8 നിലയാണത്. അപ്പോൾ 8 × 8 എന്നിട്ട് 64 ടൈംസ് വലിപ്പം വരും. ഇത് 2 നിലയാകുമ്പോൾ 25 ഏക്കർ വെച്ചോ, 21 മറ്റാണ്. 22 50 എപ്പോഴും വരുള്ളൂ. ഇത്രയും വികസനം കിട്ടും. അതിനകത്ത് എന്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതൊന്നും പോരാതെ വരും. ഞാൻ പറഞ്ഞ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ചിന്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, രാഷ്ട്രീയ നേതാക്കളെ, മന്ത്രിമാരെ ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ കോർപ്പറേഷൻ ബിൽഡിംഗ് പണിയാൻ വേണ്ടി മറയുണ്ട് അങ്ങോട്ട് വൈപ്പിൽ പോകുന്ന ഭാഗത്ത് തുടങ്ങി. നിങ്ങൾ പോയി നോക്കി, അതിൽ കാർ പോർച്ചൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വീട് വയ്ക്കും, ഫസ്റ്റ് ഫ്ലോർ പൊക്കത്തിൽ കാർ പോർച്ച്.
60, 70, 80 വർഷം മുമ്പ് തുടങ്ങി ആലുവ പാലസിൽ കാർ പോർച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 നിലയുടെ പൊക്കത്തിൽ വലിയ പില്ലറുകൾ, അത്ര ഓപ്പൺ സ്പേസ് ആണ്. മോർ ദൻ 80 ഇയേഴ്സ്, 80 വർഷം എന്ന് രാജാക്കൾ ഭരിക്കുന്ന കാലത്ത്, നമ്മൾ പ്രജകളല്ല ജനങ്ങളിൽ നിന്ന് ഭരിക്കുന്ന ആളുണ്ട്. 40 വർഷം മുൻപ് ഇട്ട അതേ പ്ലാനാണ് 40 വർഷം കഴിഞ്ഞ് കെട്ടപ്പെടുന്നത്. ഒരു മാറ്റവും ഇല്ലാതെ ആ ഒരാൾ പോക്ക, അല്ലെങ്കിൽ 12 പൊക്കത്തിലുള്ള കാർ പോർച്ച് തിങ്ങി നിറഞ്ഞു പോവില്ലേ? തുടങ്ങി ഇപ്പോഴും തുടങ്ങാൻ സമ്മതിക്കില്ല. കാരണം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എളുപ്പം അതാണ്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കലൂർ സ്ഥാപനം ഉണ്ടായിരുന്നു, അതിന് സൗകര്യം വേണമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത സ്കൂളിൻ്റെ അത് കോടതി വിട്ടോളൂ. ഇപ്പോൾ ഞങ്ങൾ സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി പാസ്സാക്കി. അങ്ങനെ KK റോഡിൽ 3-4 സ്ഥലത്ത്, ഇരുമരത്ത്, അങ്ങനെ വടക്കാല് ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടത്. ആ KK റോഡിൽ 5 ഏക്കർ സ്ഥലം പെട്ടെന്ന് ഞാനെൻ്റെ PTA ചെയർമാൻ എന്നെ അവിടെ നിന്ന് മാറ്റി വേറൊരുത്തരെ വന്ന് പ്രസിഡന്റ് ചെറിയ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ വന്നിട്ടില്ല. ഇപ്പം അവിടെ തന്നെ ഒതുക്കി ഒരു ബിൽഡിംഗ് പണിതു, അത് നടന്നു. അങ്ങനെ ഓരോന്നും ഈ ഉദ്യോഗസ്ഥർ വന്നാലും രാഷ്ട്രീയ നേതൃത്വം കൂടി അവനവൻ്റെ സൗകര്യം നോക്കുന്നതല്ല, ജനങ്ങൾ സൗകര്യമില്ല. കോർപ്പറേഷൻ മാറ്റാൻ വേണ്ടി എത്ര വർഷമായി. നിങ്ങൾ കോർപ്പറേഷൻ, ഇപ്പോഴുള്ള കോർപ്പറേഷൻ നോക്കി ശ്വാസം വിട്ടും ഇടുങ്ങിയ എന്താണ് ഈ അലമാരിക്ക് ഇടയിൽ ഇതാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കൈ മുട്ടി കാലം മുട്ടി പണിയെടുക്കുമോ? അവിടെ ഒന്നും നടക്കുന്നില്ല. അത്യാവശ്യം അവർ ഫയൽ കിട്ടുന്നു ചെയ്തു, അവർക്ക് ശമ്പളം കിട്ടുന്ന കണ്ട് ചെയ്ത് വെച്ചു പോവും. ബാക്കി കൂട്ട് കുറ്റി പൊളിച്ച് കേൾക്കാണ്. അപ്പോൾ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ട് നിരുത്തരവാദിത്വപരമായി പെരുമാറുന്ന ഈ ഉദ്യോഗസ്ഥ ബന്ധവും ഈ രാഷ്ട്രീയ ബന്ധവും ഈ വ്യവസായ ബന്ധവും എല്ലാം കൂടി ചെയ്ത് നമ്മുടെ നാടിനെ മോശമാക്കാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്തിയേക്കാം. ഞാൻ നാളെ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ മെട്രോ പണിതിൽ പാലായിട്ടത്ത് സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കാട്ട് പോകുന്ന 1 വേ ആണ്. ആ 1 വേ ഏതെങ്കിലും അടുത്ത കാലത്ത് 2 വേ ആകും. കാരണം കളമശ്ശേരിയിൽ നിന്നൊരു മെട്രോ റെയിൽവേ പാരലൽ ലൈൻ, ബൈപ്പാസ് റെയിൽവേ ലൈനൊക്കെ വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് പാലാട്ട് അവിടെ ഒരു ഫ്ലൈ ഓവർ വരും. അപ്പോൾ 2 വേ മാറ്റും, 1 വേ മാറ്റി 2 വേ ആക്കണം. അപ്പോൾ ഈ സമയത്ത് ഇത് പണിത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? അത് വരുന്ന കാര്യം, കഴിഞ്ഞ കാര്യം പറയാം. ടൗൺ ഹാളിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് കയറി എലിവേറ്റഡ് ഹൈവേ പണിയാൻ വേണ്ടി ഞങ്ങളൊരു ശ്രമം നടത്തി. അത് അന്വേഷിച്ച ആൾ നോക്കിയപ്പോഴുള്ളൂ, വിദഗ്ധന്മാർ നോക്കിയപ്പോഴുള്ളൂ കച്ചിരി പിടിക്കാതെ പണിയാൻ പറ്റില്ല. അങ്ങനെ മെട്രോൻ്റെ ലൈനും പൊക്കം കിട്ടില്ല. എന്തൊരു പണി പൊളിച്ചു മാറ്റാൻ പറ്റുമോ? എന്തായിരിക്കും കച്ചിരിപ്പള്ളിയൊക്കെ അവസ്ഥ? പ്രത്യേക ഓഫീസ് ടൈമിലൊക്കെ ശ്വാസം നടക്കാൻ പോലും പറ്റില്ല, ശ്വാസം തിങ്ങി. അവിടെ എന്ന് ഫ്ലൈ ഓവർ വരേണ്ടതാണ്. ഫ്ലൈ ഓവർ വരാൻ തരുമ്പോൾ അവിടെ വ്യവസായികൾ സമ്മതിക്കില്ല. ഒരിക്കൽ ഫ്ലൈ ഓവർ നമ്മൾ ഫ്ലെക്സ് വെച്ചാൽ ആ ഫ്ലെക്സ് എടുത്തത് ഷീമാട്ടിക്കുള്ള ഇഷ്ടം, ഷീമാട്ടി അടി പോകുന്നതാണ്. ഒരു ഷീമാട്ടില്ല, അതുപോലെ മറ്റു വ്യവസായികൾ. ഇപ്പോൾ ലൂലു ഗ്രൂപ്പ് എടപ്പള്ളിയിൽ നിന്ന് റോഡ് മാറ്റി സമ്മതിക്കില്ല. അപ്പോൾ അവർ അണ്ടർഗ്രൗണ്ട് വർക്ക് ചെയ്യും. മറ്റേ റോഡ് എത്ര വർഷം പിടിക്കണി. അങ്കമാലി മെഗാ ബൈപ്പാസ് പ്രോജക്റ്റ് നടന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ അങ്കമാലിയിൽ നിന്ന് കുണ്ടന്നൂർക്ക് 6 വരി പാത വളച്ച് തിരിച്ച് ഗ്രാമീണ റോഡാക്കി. ഞങ്ങൾ പറഞ്ഞ് എയറോനോട്ടിക്കൽ സർവേ അങ്കമാലിയിൽ നിന്ന് അരൂർക്ക് ഇപ്പോഴത്തെ 60 കിലോമീറ്റർ, അത് എയറോനോട്ടിക്കൽ സർവേ വെച്ചാൽ 30 കിലോമീറ്റർ, ചെമ്പറയ്ക്ക് വഴി പോയാൽ 30 കിലോമീറ്റർ ഉള്ളൂ. അതൊന്നും ഉൾക്കൊള്ളാതെ അത് 6 വരിയാക്കി ഒരു ഗ്രാമീണ റോഡാക്കി വിട്ട് ഇത്രയും ബുദ്ധിശൂന്യമായി ചെയ്യുന്ന നമ്മുടെ മലയാളികൾ മാനാലും പറയാൻ പറ്റുള്ളൂ. ഇന്ത്യയൊക്കെ എന്ന് പറയില്ല, കേരളത്തിലെ ആൾക്കാണല്ലോ, പറയാതിരിക്കെങ്ങനെ. ദയവ് ചെയ്ത് ബുദ്ധിയുള്ള ആരെങ്കിലും കൊണ്ട് നിങ്ങളൊന്ന് രംഗത്തിറങ്ങി ജനങ്ങൾ സഹായിക്കാൻ വേണ്ടി പണം മുടക്കാല്ലാതെ ഒരു വളർച്ച കിട്ടുന്നില്ല. പുല്ലേപ്പിടി റോഡ് പൂർത്തിയായിട്ടില്ല. അങ്കമാലി എയർപോർട്ട് റോഡ്, സീപോർട്ട് റോഡ് പൂർത്തിയായോ? ഏതെങ്കിലും വർക്ക് കേരളത്തിൽ നടത്തി പൂർത്തിയായിട്ടുണ്ടോ? ഏത് ഗവൺമെൻറ് എടുത്താലും, ഈ ഗവൺമെൻറ് മാത്രമല്ല, ഒരു ഫുൾ സെറ്റപ്പ് നടത്തി പൂർത്തിയാക്കിയ നമ്മുടെ വിമാനത്താവളം, അതൊരു സ്വകാര്യ കമ്പനിയല്ലേ, സർക്കാർ പറയാൻ പറ്റില്ലല്ലോ. ബാക്കി ഏതാണ് പൂർത്തിയായിട്ടുള്ളത്? കുറച്ചവിടെ പാലായിട്ട് കിടക്കും. അതൊക്കെ അങ്ങനെ അല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടും പറഞ്ഞതിൽ തെറ്റടി ക്ഷമിക്കുന്നുണ്ടും. അപ്പോൾ LDF ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.